വെൽക്കം ടു അക്ഷിത വ്ളോഗ്. ഇന്ന് നമ്മൾ പോകുന്നത് ഇവിടെ നമ്മുടെ ഫക്കിയുടെ ഒരു അക്വേറിയം ഉണ്ട്, അങ്ങടാണ് കേട്ടോ. അപ്പോൾ ആ വഴിക്ക് ഫക്കി അക്വേറിയം, ആ വഴിക്കുള്ള വ്യൂസാണ് ഈ കാണിക്കുന്നത് കേട്ടോ. നമ്മൾ പോയ സമയം എന്ന് പറയുന്നത് ഒരു 5 മണി 5:30 ആ ഒരു ടൈമിംഗ് ആണ്. കണ്ടില്ലേ, ഒരു ബിൽഡിംഗ് ആണത്. നമ്മൾ ദൂരത്തു നിന്ന് നോക്കുമ്പം ശരിക്കും ഒരു കപ്പലിൻ്റെ ഷേപ്പിലാണ് കേട്ടോ ബിൽഡിംഗ് ഇരിക്കുന്നത്. പുറത്തെ കാഴ്ചകൾ നിങ്ങളെ കാണിക്കാം എന്ന് വിചാരിച്ചിട്ടാണ്. ഇതാണ് സൗദി അറേബ്യയുടെ എക്സാക്റ്റ് വ്യൂ എന്ന് പറയുന്നത്. ജിദ്ദയിലെ നിറച്ച് പച്ചപ്പാണ്, സത്യം പറഞ്ഞാൽ മരുഭൂമിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല കേട്ടോ. നിറച്ച് ഈന്തപ്പനയും അതുപോലെ തെങ്ങും വഴി നിറച്ച് പുൽത്തകിടിയൊക്കെ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. 2 നേരം അത് വെള്ളം നനയ്ക്കുന്നതിന് അവിടെ ആളുകളെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം നിങ്ങൾ കാണാൻ പോകുന്നതാണ് ഞാൻ ഇതിന് മുമ്പ് വർക്ക് ചെയ്തിരുന്ന ഹോസ്പിറ്റൽ, ഡോക്ടർ സമീർ അബ്ബാസ് ഹോസ്പിറ്റൽ. 2 വർഷം ഞാൻ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്കത് പുറത്തുനിന്ന് കാണാനുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ ഈ ഹോസ്പിറ്റലിൻ്റെ ഉണ്ടെന്നത് സൂപ്പറാണ്. ഒരു 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ പോയ ഒരു ഫീലിംഗ് ആണ് നമുക്ക് ഉണ്ടാവുക. ഉള്ളിലും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പം അത് അവിടെ എത്തിയപ്പോൾ എനിക്കൊരു പ്രത്യേക നിങ്ങൾ അവിടെ ചെന്നാലേ നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ കേട്ടോ. നല്ല വ്യൂ ആണ് കാണാനായിട്ട്. സുലൈമാൻ ഫക്കി മോശമെന്നല്ല ഒരിക്കലും, പക്ഷേ ഫക്കിനേക്കാളും പുറത്തുനിന്ന് കാണാൻ ഭംഗി സമീർ അബ്ബാസ് എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് കേട്ടോ. നമ്മളിപ്പുറത്തെ സൈഡിൽ വീണ്ടും തിരിഞ്ഞു വന്നപ്പോൾ വീണ്ടും ഹോസ്പിറ്റൽ കണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇത് നേരെ കാണാൻ പറ്റാൻ ചാൻസ് ഇല്ല, ബിക്കോസ് ഇത് ഞാനാണ് മിക്കത് എടുത്തത്, അതുകൊണ്ട് ക്ഷമിക്കുക. അത് അച്ചുക്കുട്ടൻ്റെ കയ്യിലായിരുന്നു ക്യാമറ കൂടുതലും. അപ്പം അച്ചുക്കുട്ട തല തിരിഞ്ഞും തിരിച്ചൊക്കെയാണ് മിക്ക വ്യൂസും എടുത്തിരിക്കുന്നത്. പക്ഷെ ക്ലാരിറ്റി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. മനസ്സിലാവുന്നു. അയ്യോ, കുറേ റോഡൊക്കെ ഞാൻ കാണിക്കുന്നു. ഇതാണ് നമ്മുടെ ഫക്കി അക്വേറിയത്തിൻ്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്. നമ്മളിപ്പുറത്തെ സൈഡ് ക്രോസ് ചെയ്ത് അങ്ങോട്ട് നടക്കുകയാണ്. അച്ചുകൂട്ടനാണ് കേട്ടോ ഓടുന്നത്. നല്ല രസമാട്ടോ അകത്ത് കാണാൻ. നമുക്ക് വീഡിയോ കയറുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇതിൻ്റെ ഇവിടെ തന്നെ ഡോൾഫിൻ ഷോ ഉണ്ട്.
നമ്മൾ അതിന്റെ ഇത് കണ്ടു. അങ്ങനെ ഞങ്ങൾ അകത്ത് കയറി. എടുക്കാൻ പറ്റില്ല. അകത്ത് കയറിയിട്ട് നമ്മളുടെ കുറേ മീനുകളുണ്ട്. അപ്പോൾ നമ്മളത് കുറച്ചൊക്കെ നിങ്ങളെ കാണിക്കാനായിട്ട് നോക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ സെയിം ഇത് നമ്മൾ ഒരിക്കൽ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ ഫ്രണ്ട്സുമായിട്ട് പോയപ്പോൾ അത് കാരണം ഒത്തിരി വീഡിയോ ഡീപ്പായിട്ടൊന്നും പോയിട്ടില്ല. ജസ്റ്റ് കുറച്ച് മീനുകളെ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. പിന്നെ ഇത് ഇത്തിരി ഉള്ളൂ കേട്ടോ. കാരണം നമുക്കത് കണ്ടുപോവാണെങ്കിൽ കുറേ നേരം ഇരിക്കുമെങ്കിൽ ഇത് ഇത്തിരി ഉള്ളൂ. ഇതൊരു വലിയ ആമച്ചേട്ടനാണ്. ഈ ആമച്ചേട്ടൻ അന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. നമ്മളിത് പിന്നെ ടണൽ പോലെ ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് അതിൻ്റെ താഴെ കൂടെ നടക്കാം. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. വെള്ളത്തിൻ്റെ താഴത്ത് കൂടെ നമ്മൾ നടക്കുക. നമ്മുടെ മേത്തേക്ക് ആ വെള്ളം വരുന്നില്ലല്ലോ. ക്യാമറ ഗ്രാഫർ മാറിയതുകൊണ്ടാണ് വ്യൂസ് ഒന്നും ശരിക്കും വരാത്തത്. അച്ചിക്കുട്ടനാണ് കൂടുതലും എടുത്തിരിക്കുന്നത്. വല്ല ഇതായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക എന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് ഈ പറയുന്നില്ല. നമ്മൾ പിറ്റത്തെ ദിവസം വീണ്ടും ബീച്ചിലോട്ട് പോയതാണ്. ആ വാട്ടർഫോളിൻ്റെ അവിടേക്ക്. ഈ വാട്ടർഫോളിൻ്റെ അവിടെ ഞങ്ങൾക്ക് ആരോ എന്തോ തന്നിട്ടുണ്ട്. ഞങ്ങൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് പോകാറുണ്ട്. കാരണം അവിടുത്തെ ആ ഒരു വ്യൂ എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ അച്ചുക്കുട്ടനാണെങ്കിലും അവിടുത്തെ പാർക്കിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ വേറെ പിറ്റത്തെ ദിവസം പക്കിയുടെ തന്നെ ഒരു പാർക്കുണ്ട് ഇവിടെ. അവിടെ പോയതാണ്. അവിടുത്തെ കുറച്ച് അഡ്വാൻറ്റേജാണ് എല്ലാ സാധനങ്ങളും. കാരണം സാധാ സൈഡ് അങ്ങനത്തെ കാര്യങ്ങളല്ല. കുറച്ചും കൂടെയൊക്കെ ക്ലൈംബ് ചെയ്തിട്ട് പോകണം. അങ്ങനത്തെ കാര്യങ്ങളാണ്. നടക്കാനൊക്കെ പോകാനായിട്ട് നല്ലൊരു പ്ലേസാണ്. അച്ഛനും മോളും എനിക്ക് തോന്നുന്നു എൻജോയ് ചെയ്തു എന്ന് തോന്നുന്നു അവിടെ ചെന്നിട്ട്. ചെയ്തില്ല? അതെന്താ? കാരണം എനിക്ക് പറ്റിയ സാധനമൊന്നുമില്ല. അമ്മ ഇന്നലത്തെ വീഡിയോ ഇന്നലത്തെ ഉണ്ടാവും. അത് പിന്നെ ഒരു ദിവസം എഡിറ്റ് ചെയ്യാം. ഞങ്ങൾ പിന്നെ കൂടുതലും പൂച്ചേനെയും പക്ഷികളൊക്കെയാണ് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അമ്മയ്ക്ക് പറ്റിയിട്ട് എന്തോ പറ്റിയിട്ട് ഇതോടെ ഇതൊരു തരം ഊഞ്ഞാലാണ് കേട്ടോ. മനസ്സിലായി. ഇത് പിന്നെ അച്ചുക്കുട്ടൻ്റെ ഒരു കൂട്ടുകാരിയും കൂടിയിട്ട് ഡാൻസ് കളിക്കണതായിരുന്നു. കാരണം ഞാൻ അവളുടെ ഡാൻസ് ഫോക്കസ് ചെയ്തപ്പോൾ അച്ചുക്കുട്ടന് കുശുമ്പാവും. ഇത് ഞാൻ പറയാം. ഇത് അമ്മേൻ്റെ ഒരു ഫ്രണ്ടാണ് സുജിയാൻ്റെ മോളാട്ടെ. എന്നെക്കാട്ടും ഒരു വയസ്സ് ഇളയതാന്ന് തോന്നണം അല്ലേ. ഇത് നമ്മള് ലുലുവില് പോയതിന്റെ ലുലുവിന്റെ ഫ്രണ്ട് വ്യൂ ആണ്. അച്ചുക്കുട്ടൻ എവിടെ ചെന്നാലും ഒറ്റയ്ക്കാണ് നടക്കുക. ഞങ്ങള് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ലുലുവില് പോയതാണ്. ആ വീഡിയോനകത്തുണ്ട്. നിങ്ങൾക്ക് ചില ഒച്ച കേൾക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. കാര്യം പറ. അത്രയ്ക്കേ ഉള്ളൂ കേട്ടോ. അതെ, നമ്മൾ പോയ ചില സ്ഥലങ്ങളുടെ കുട്ടി വ്യൂസ് ഇട്ടു, അത്രേ ഉള്ളൂ. അപ്പം ഇനി വേറെ വീഡിയോ ഒക്കെ നമ്മൾ വിസിറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളുടെ ഇടാം. അത്രേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.